ഹലോ ഗൈസ്. അപ്പം ഞാൻ എൻ്റേതായ ഒരു ഒബ്സർവേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്തുകൊണ്ട് ഡിവോഴ്സിൻ്റെ കൗണ്ട് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാരൻസിനോട് ചോദിച്ചാൽ തന്നെ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയോട് പോയിട്ട് ചോദിച്ചു രാവിലെ തന്നെ. അപ്പോൾ അമ്മ പറഞ്ഞ ആൻസർ ഇതാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ അവരൊരിക്കലും ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ ടോക്സിസിറ്റി സഹിച്ചിട്ടൊന്നും അവിടെ നിൽക്കത്തില്ല. അവർ അവരുടെ സന്തോഷം നോക്കിയിട്ട് അവർ പോകും. എനിക്കും എൻ്റെ ഒരു ഒബ്സർവേഷനിൽ തോന്നിയിട്ടുള്ള മെയിൻ റീസൺ അതന്നെയാണ്. പിന്നെ ഒരുപാട് വേറെ റീസൺസ് കൊണ്ട് ഡിവോഴ്സ് ആവുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പോൾ ഇതായിരിക്കും എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ റീസൺസ് വേറെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൽ ഈ ഡിവോഴ്സ് കൗണ്ട് കൂടുന്നതിൽ നമ്മൾ കൺസേൺ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കൺസേൺ ആവില്ല. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നല്ല കാര്യത്തിൻ്റെ കൗണ്ട് കൂടുന്നതിൽ കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഡിവോഴ്സ് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളറായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 2 പേര് വഴക്കിട്ട് സന്തോഷമില്ലാതെ, ഒരു സമാധാനമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതാണോ? അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നത്തുള്ളൂ. കാരണം നമുക്ക് ഒറ്റൊരു ജീവിതമുള്ളൂ. ആ ജീവിതം നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും വഴക്ക് കൂട്ടിയിട്ടും തീർക്കാനുള്ളതല്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഡിവോഴ്സിൽ എനിക്ക് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യത്തിൽ. സിംഗിൾ പാരന്റ് ആയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ അത് മാറി ചിന്തിക്കാനുള്ള ഒരു വാലിഡ് പോയിന്റ് കൂടെ എനിക്ക് ഈയിടെയായിട്ട് കിട്ടി. അതായത് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും വഴക്ക് കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ വീട്ടിലുള്ള കുട്ടിക്ക് ഉണ്ടാവുന്ന മെൻ്റൽ ട്രോമാസ് ഉണ്ട്. അവരുടെ ജീവിതത്തെ ഒരുപാട് തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള മെൻ്റൽ ട്രോമാസ് കിട്ടും ഇങ്ങനെ ഒരു വഴക്കുള്ള വീട്ടിൽ നിന്ന് വരുമ്പോൾ. അതൊരു സൈഡിൽ വെക്കാം. ഇനി മറ്റൊരു സൈഡിൽ സിംഗിൾ പാരന്റ് കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ കൺവേ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സായിട്ട് സിംഗിൾ പാരന്റ് ആയിട്ട് നിന്നെ നോക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആ കൊച്ചിനും കിട്ടും. ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആ കൊച്ചിനും കിട്ടും. അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിലും കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും. ഒറ്റയ്ക്ക് നോക്കേണ്ട കാര്യം വരുമ്പോൾ പല കാര്യങ്ങളിലും സ്ട്രഗിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സൈഡിൽ ഈ മെൻ്റൽ ട്രോമയാണോ ഇപ്പുറത്തെ സ്ട്രഗിൾസ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രഗിൾസ് ആണ് ബെറ്റർ. കാരണം അത്രയും വലിയ മെൻ്റൽ ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജീവിതം തന്നെ ഭയങ്കര തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി സിംഗിൾ പാരന്റ് ആയിട്ട് സന്തോഷത്തോടെ വളർത്തായിരിക്കും ബെറ്റർ. ഇങ്ങനെ അടിച്ചു പൊളിഞ്ഞ ഒരു മെൻ്റൽ ട്രോമ കൊടുക്കുന്നതിനെക്കാട്ടി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ റെക്ടിഫൈ ആയപ്പോൾ എനിക്ക് ഡിവോഴ്സ് ഒരു നല്ല കാര്യമായിട്ടാണ് ഇപ്പോഴും എനിക്ക് ഫീൽ ആവുന്നത്. ഇനി നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഡിവോഴ്സ് ഒരു ചീത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള വാലിഡ് പോയിന്റ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.